എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കണ്ടൻറ്റുമായിട്ടല്ല വന്നേക്കുന്നത്. എൻ്റെ ഒരു സ്വന്തം വിഷയം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 10-20 ദിവസം മുൻപ് ചെറിയൊരു ബാക്ക് പെയിനും വയറ്റിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ പോയി കാണുകയും അദ്ദേഹം എനിക്ക് CT അബ്ഡോമൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഞാനത് പോയി ചെയ്തു. അങ്ങനെ വയറ്റിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന ഒരു പ്രശ്നം കണ്ടെത്തി. എൻ്റെ തൈറോയിഡിന് താഴെ തന്നെ ചെറിയൊരു മുഴ വളരുന്നു. അത് പെട്ടെന്ന് തന്നെ ബയോപ്സി എടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ബയോപ്സിയും എടുത്തു. അന്ന് തന്നെ ഞാൻ ഈ ആശുപത്രിയിലേക്ക് അബ്ഡോമൻ CT സ്കാൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കണ്ണാ, എനിക്ക് ഓപ്പറേഷന് അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും എനിക്ക് വരുത്തരുതേ. എനിക്ക് മരുന്ന് കൊണ്ട് തീരുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖങ്ങളെ എനിക്കുണ്ടാകാൻ പാടുള്ളൂ കണ്ണാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷെ ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു വിഷമമുണ്ടായി. കണ്ണൻ എന്നെ കൈവിട്ടല്ലോ എന്ന്. കുറച്ച് നേരം എനിക്ക് നല്ല വിഷമമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് എൻ്റെ കണ്ണൻ്റെ അടുത്ത് പോയി ഒന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് നല്ല സമാധാനമായി. എന്താണെന്ന് വെച്ചാൽ കണ്ണൻ എനിക്ക് ഈ മുഴയുണ്ടാകുന്നതിനെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നം തീർത്തും അതിൻ്റെ 3rd സ്റ്റേജോ അല്ല 4th സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മുഴകളൊക്കെ അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. എനിക്ക് കണ്ണന് ഒരു മുന്നറിയിപ്പ് തന്നതാണ് ഈ ബാക്ക് പെയിൻ വഴിയെ. അങ്ങനെ ആ അസുഖം എനിക്ക് മുന്നേ തന്നെ ഡോക്ടർ കണ്ടുപിടിക്കാനായി. എനിക്ക് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുമ്പോഴേക്കും എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം 80% പേർക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് നോർമലാവും. തീർത്തുള്ള 20% സൗണ്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ ഓപ്പറേഷന് പോവുകയാണ്. നിങ്ങളും ഈ ചാനൽ ഒരു വലിയ ചാനലൊന്നുമല്ല, 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലാണ്. എന്നാലും എൻ്റെ 1-2 വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ചിലർ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി തിരിച്ചു വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, എൻ്റെ കണ്ണൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.